ഇന്നു മുതൽ കേരളത്തിലെ ഇടത് ഡീഗ്രേഡ് മൊയ്ന്തുകൾ മല്ലിക സുകുമാരനെ തെറി അഭിഷേകവുമായി ഇറങ്ങും. എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം ഒരു ഓൺലൈൻ മാധ്യമത്തിന് അവർ ഒരു അഭിമുഖം കൊടുത്തു. അതിൽ മുഖ്യമന്ത്രി പിണറായി വിജയനെ കുറിച്ചുള്ള ചോദ്യത്തിന് മല്ലിക സുകുമാരൻ പറഞ്ഞ മറുപടി അത് ചിലരെ വല്ലാതെ അങ്ങ് വിറളി പിടിപ്പിച്ചിരിക്കുകയാണ്. സഖാവ് പിണറായി വിജയൻ ചെയ്ത നല്ല കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ എണ്ണി എണ്ണി പറയും. അല്ല, അങ്ങനെ പറയരുത്. ഒരു ഒരു പാർട്ടിയുടെ തലപ്പത്തിരുന്ന് ഭരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. അത് നമ്മളാദ്യം മനസ്സിലാക്കണം, അല്ലേ? അപ്പോൾ ഉടനെ ആ വീട്ടിൽ ഇരിക്കുന്നവരെ നാട്ടിൽ ഇരിക്കുന്നവരെ ആരുടെ എന്തെങ്കിലും വല്ലതും അടിച്ചുകൊണ്ട് പോയിട്ടാണോ എൻ്റെ മോനെയൊക്കെ ഈ ട്രോളുകാർ പറഞ്ഞത്? അല്ലല്ലോ. ഇതുപോലെ അവരെയും 50% എന്തെങ്കിലും കാണുമായിരിക്കും. അവർ ചില ആനുകൂല്യം ചിലപ്പോൾ ചെയ്തു കൊടുത്തെന്നിരിക്കും, അല്ലെ ചെയ്ത് അതെല്ലാവരും ചെയ്യും. നാളെ വേറൊരുത്തം ഭരിക്കാൻ വന്നാൽ ഇത് തന്നെ കേൾക്കാറില്ലേ നമ്മൾ? ഇവർ ചെയ്ത അഴിമതിയാണ്, മറ്റേതാണ്. ഇന്ദിരാഗാന്ധിയെ പറ്റി കേട്ടിട്ടില്ലേ? എല്ലാവരെയും പറ്റി കേൾക്കും. ഇത് രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് ഈ അടുത്ത കാലത്താണ് സിനിമയിൽ വന്നത്. അതുകൊണ്ടൊന്നും എൻ്റെ പിന്നിലും സിനിമയിൽ നിന്ന് രാഷ്ട്രീയത്തിൽ നിന്ന് സിനിമയ്ക്ക് പോകുന്നവരൊക്കെ അതിൻ്റെ പിന്നിലുണ്ടാവാം, അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായിട്ട്. പക്ഷേ അത് ശരിയല്ല. നല്ലത് ചെയ്ത ഒരു നേതാവിനെ നല്ലത് ചെയ്തു എന്ന് തന്നെ പറയണം. ഇപ്പോൾ കോൺഗ്രസ്സിലായാലും കമ്മ്യൂണിസ്റ്റിലായാലും പ്രായഭേദമന്യേ മിടുക്കന്മാരെയും മിടുക്കരാണെന്ന് അംഗീകരിക്കാനുള്ള മനസ്സ് വേണം ആദ്യം. നേതാക്കന്മാർക്കായാലും ശരി, ആർക്കായാലും ശരി. കൃത്യമായിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞത്? ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം ഈ നാടിന് വേണ്ടി ചെയ്ത എത്ര കാര്യങ്ങളുണ്ട് എനിക്ക് എണ്ണി എണ്ണി പറയാം. ചിന്തിക്കുന്നവർക്കും വിലയിരുത്തുന്നവർക്കും നിരീക്ഷിക്കുന്നവർക്കും ഇക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. 10 വർഷം കൊണ്ട് കേരളം എത്രത്തോളം മുന്നോട്ട് സഞ്ചരിച്ചു എന്ന് ഏത് തെരുവീഥികളിലൂടെ നടക്കുന്നവർക്കും അനുഭവപ്പെടും, തിരിച്ചറിയും. പക്ഷേ ചിലർക്കത് കാണാൻ പറ്റില്ല എന്ന് പറയുന്നത് അതിന്റെ പേരാണ് ഈ ഡീഗ്രേഡ് തിമിരം. ആ തിമിരത്തിലൂടെ നോക്കുകയാണ്. അതായത് പിണറായി വിരുദ്ധതയും ഇടതുവിരുദ്ധതയും നിറഞ്ഞ മനസ്സുകൾക്ക് ഒരുപക്ഷെ എന്ത് ചെയ്താലും അവരെ നമുക്ക് തൃപ്തിപ്പെടുത്താനും പറ്റില്ല. ഉറങ്ങുന്നവരെ ഉണർത്താൻ എളുപ്പമാണ്, ഉറക്കം നടിക്കുന്നവരെയോ ആ നിലയ്ക്ക് നോക്കുമ്പോഴാണ് മല്ലിക സുകുമാരൻ പറഞ്ഞ വാക്കുകൾ വളരെ വ്യക്തമാകുന്നത്. സ്വന്തം അനുഭവത്തിൽ കൂടി തന്നെ പറയുന്നുണ്ട്. തന്റെ മകനെതിരെയും അല്ലെങ്കിൽ തനിക്കെതിരെയും തന്റെ കുടുംബത്തിനെതിരെയൊക്കെ എന്തെല്ലാം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. നേരത്തെ സിനിമാക്കാരോടില്ലായിരുന്നു, രാഷ്ട്രീയക്കാരോട് മാത്രമായിരുന്നു. എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും അവരെ തെറി വിളിക്കാൻ ഒരു വിഭാഗം ഈ നാട്ടിൽ കാണും. ആ തെറി പിള്ളേച്ചന്മാരെ നമ്മൾ മുഖവിലേക്ക് എടുക്കേണ്ട. അതിനപ്പുറത്തേക്ക് നോക്കിയാൽ മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് ആ വ്യക്തി ഈ നാടിന് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ച് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലാണ് മല്ലികയുടെ ഈ തുറന്നു പറച്ചിൽ. നേരത്തെ RSS ബാക്ക്ഗ്രൗണ്ട് ഉള്ള കോൺഗ്രസ് രാഷ്ട്രീയത്തിനോടൊപ്പം സഞ്ചരിച്ചിട്ടുള്ള മല്ലിക സുകുമാരന് ഇന്നത്തെ കാലഘട്ടത്തിലെ കേരളത്തിന്റെ രാഷ്ട്രീയവും അതിന്റെ ഭരണ മികവും കണ്ടിട്ട് ഇങ്ങനൊരു അഭിപ്രായം പറയേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് അനുഭവ രാഷ്ട്രീയത്തിന്റെ മറുപടിയാണ്. 10 വർഷം കൊണ്ട് കേരളത്തിലുണ്ടായ മാറ്റം എന്താണെന്ന്, ഈ നാട് എത്രമാത്രം സമസ്ത മേഖലയിലും മുന്നോട്ട് പോയിട്ടുണ്ട് എന്ന തിരിച്ചറിവിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇമാതിരിയുള്ള പ്രചരണമെന്ന് അവർ തിരിച്ചറിയുന്നുണ്ട്. അവർ സമൂഹത്തോട് അത് തുറന്നു പറയുന്നുണ്ട്. ഇതൊക്കെയല്ലേ വ്യക്തി ചെയ്ത പ്രവർത്തനങ്ങൾക്ക് സമൂഹത്തിന്റെ തന്നെ മുഖ്യധാരയിൽ നിൽക്കുന്നവർക്ക് പോലും വിലയിരുത്തുമ്പോൾ ബോധ്യപ്പെടുന്ന കാര്യം. അത് തുറന്നു പറയുമ്പോൾ ചെയ്ത ആൾക്ക് കിട്ടുന്ന അംഗീകാരം കൂടിയാണ്. അതുകൊണ്ട് മല്ലിക സുകുമാരന്റെ ഈ വാക്കുകൾ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഡീഗ്രേഡ് മൊയ്ന്തുകൾ വ്യാജ പ്രചരണങ്ങൾ നടത്തുമ്പോൾ യാഥാർത്ഥ്യം ഉൾക്കൊള്ളുന്നവർ തുറന്നു പറഞ്ഞുകൊണ്ടേയിരിക്കും. അതൊക്കെ ഓരോ പൊന്തൂവലായി തന്നെ മാറുകയാണ്. LDF 3.0 ലോഡഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പല ശബ്ദങ്ങളിലൂടെ അത് വീണ്ടും വീണ്ടും ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കുറെ കുരുകൾ ഇന്ന് പൊട്ടി തകരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.